4ാമത്തെ നോമ്പാണ്. ഇന്നത്തെ നോമ്പ് തര കൊച്ചാപ്പാടെ വീട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു, ഒരു ജോലിയും ചെയ്യാതെ. അവിടെ ചെന്നപ്പോൾ ടേബിളിലെല്ലാം നിരത്തി ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. കട്ട്ലറ്റ്, സമൂസ, പിന്നെ അതുപോലെ തന്നെ പേര് കേൾക്കാത്തതായ കാണാത്തതുമായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ എല്ലാം ഓരോരുത്തരുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നിരത്തി നിരത്തി വെക്കുവാണ്. ഫ്രൂട്ട്സ് ആയിട്ട് വാട്ടർമെലൺ, ആപ്പിള്, മുന്തിരിങ്ങ, ഓറഞ്ച്, എന്തെല്ലാം സാധനങ്ങളാണ്, പേരയ്ക്ക, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് അയിമാടെ ആദ്യത്തെ കന്നി നോമ്പാണ് കേട്ടോ. ഫുള്ളായിട്ട് അവൾ പിടിച്ചു. ഇതിന് മുമ്പത്തെ 2 നോമ്പും അവൾ പിടിച്ചു, പക്ഷേ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഇന്ന് അവൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അവളെ വന്ന് ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്ന്, അപ്പം നോമ്പ് തുറന്ന് കഴിയുമ്പോഴത്തേക്കിനും അവൾ ഫുൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് ഞാനൊന്ന് വാക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവളെയും കൊണ്ട് പോവാണ് കേട്ടോ. മിനിസോയിലോട്ടാണ് പോകുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് അതൊക്കെയല്ലേ ഒരു സന്തോഷം. അപ്പോൾ അത് കാരണം അവൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ച് അവൾക്ക് വേണ്ടതൊക്കെ പറക്കി എടുക്കുന്നുണ്ട്. ഒരു പാവ വാങ്ങിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നതെങ്കിലും പക്ഷേ പുള്ളിക്കാരി വാങ്ങിച്ചതൊക്കെ വേറെ വേറെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് പാവ വേണ്ട, വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല പത്തിരിയും പൊറോട്ടയും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും തിന്നുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.